16ാം നിയമസഭയിലേക്ക് കോൺഗ്രസ് നടത്തിയ വലിയ മുന്നേറ്റം, ചരിത്രത്തിലാദ്യമായി 63 സീറ്റുകൾ UDFന് വേണ്ടി കോൺഗ്രസ് നേടുമ്പോൾ അതിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള ഇൻ്റർവ്യൂകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിലെ MLA-മാരെ ഓരോരുത്തരെ നേരിൽ അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുവാൻ ഡൽഹിയിൽ നിന്നെത്തിയ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം LDFനെ പരാജയപ്പെടുത്തിയ UDFന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണം എന്നേ സാധാരണഗതിയിൽ അവർ ആഗ്രഹിക്കാറുള്ളൂ. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ കേരളത്തിലെയും ചരിത്രം പരിശോധിക്കുമ്പോൾ നേതാക്കന്മാർ മുഖ്യമന്ത്രിമാരാകാനും മന്ത്രിമാരാകാനും നടത്തിയിട്ടുള്ള ഒട്ടേറെ ഇടപെടലുകൾ, കുതികാൽ വെട്ടുകളൊക്കെ നമുക്കത്ര പരിചിതമാണ്. അതിനെയൊക്കെ വിശാലമായ ജനാധിപത്യ ബോധം എന്ന തരത്തിലാണ് കോൺഗ്രസ്സുകാർ പൊതുമണ്ഡലത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ജനാധിപത്യ അവകാശം കോൺഗ്രസിലെ സാധാരണ നേതാക്കന്മാർക്കല്ല, മറിച്ച് ചില ഗ്രൂപ്പുകളുടെ നേതാവായി വിലസുന്ന ആളുകളുടെ വ്യക്തിപരമായ അവകാശം എന്ന അർത്ഥത്തിലാണ് പലപ്പോഴും പ്രായോഗികമായി അത് പ്രവർത്തിച്ചു വരുന്നതും. നോക്കൂ, കേരളത്തിൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ നേതൃത്വ പദവിയിലേക്ക് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി എത്തിയ PT ചാക്കോ അവസാനം കോൺഗ്രസ് വിട്ട് കേരള കോൺഗ്രസ് ഉണ്ടാക്കാനുള്ള അണിയറ നീക്കങ്ങൾ തുടങ്ങി വെക്കേണ്ടി വന്നത് തന്നെ എന്നുകൊണ്ടാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാം. സംസ്ഥാനത്തെ ആദ്യ കോൺഗ്രസ് മന്ത്രിസഭയിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. സംസ്ഥാനത്ത് വിമോചന സമരത്തിന് ശേഷം 1960-ൽ കോൺഗ്രസ് മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷനായി വന്നത് ശ്രീ പട്ടം താണുപിള്ളയായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിന് ശേഷം ശ്രീ പട്ടം താണുപിള്ളയെ മാറ്റി ശ്രീ R ശങ്കറിനെ മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നു കോൺഗ്രസിലെ ഗ്രൂപ്പ് ഫോർമുലയുടെ ഭാഗമായി. പിന്നീട് 1969 മുതൽ 77 വരെയുള്ള കാലം ശ്രീ അച്യുതമേനോന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനെ കൂടെ നിർത്തി ഭരണം നടത്തിയ കാലത്ത് അത്തരത്തിലുള്ള കസേര കളികൾ ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. ശ്രീ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ പ്രതാപകാലമായിരുന്ന 82-87 കാലത്ത് സംസ്ഥാനത്തിൻ്റെ മുഴുനീള മുഖ്യമന്ത്രിയായി 5 വർഷവും പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു. എന്നാൽ 91-ന് ശേഷം ആ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി. നമുക്കറിയാവുന്ന പോലെ 91-ൽ ശ്രീ കരുണാകരൻ്റെ നേതൃത്വത്തിലാണ് അധികാരത്തിൽ എത്തിയതെങ്കിലും ഒരു ഘട്ടത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള ചില തന്ത്രങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയ രാഷ്ട്രീയ നേതാവ് ശ്രീ AK ആന്റണിക്ക് അധികാരത്തിൽ മുഖ്യമന്ത്രിയായി ഒരിക്കൽ കൂടി വരാൻ കഴിഞ്ഞത് ശ്രീ കരുണാകരനെ പുറത്താക്കുക എന്ന രാഷ്ട്രീയ ധാരണയുടെ ഭാഗമായിട്ടായിരുന്നു. അങ്ങനെ 91 മുതൽ 96 വരെയുള്ള കോൺഗ്രസ് ഭരണകാലത്ത് 2 മുഖ്യമന്ത്രിമാരെ കോൺഗ്രസ് നമുക്ക് സമ്മാനിച്ചു. 2001-2006 കാലത്തും ശ്രീ AK ആന്റണിയുടെ നേതൃത്വത്തിലാണ് മന്ത്രിസഭ രൂപീകരിച്ചതെങ്കിൽ പോലും ഒരു ഘട്ടത്തിന് ശേഷം ആ പദവിയിലേക്ക് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി എത്തി. അത് ഉമ്മൻചാണ്ടിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നുള്ള ഒരു സ്ഥാനക്കയറ്റമായിരുന്നു. എന്നാൽ ശ്രീ ഉമ്മൻചാണ്ടി അവസാന മുഖ്യമന്ത്രിയായിരുന്ന കാലം, ആ കാലത്താണ് എന്ന് പറഞ്ഞാൽ 2011 മുതൽ 2016 വരെയുള്ള കാലത്താണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇളക്കമുണ്ടാകാതെ 5 വർഷക്കാലവും 82-87 ഓർമ്മിപ്പിക്കും വിധം കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ടേം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. നോക്കൂ, ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 3 ആളുകൾ 3 അഭിപ്രായങ്ങളുടെ പേരിൽ തങ്ങളെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് ജനങ്ങളോടല്ല.
ശ്രീ കെ സി വേണുഗോപാലിനെ പോലുള്ള ഒരാൾ താൻ ഡൽഹിയിലിരുന്ന് കോൺഗ്രസിനെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന പ്രധാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് തന്നെ പിന്തുണയ്ക്കുന്നവരാണ് MLA-മാരിൽ കൂടുതൽ ആയതിനാൽ എന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ന്യായം പറയുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ ന്യായം തലമുതിർന്ന നേതാവായ താൻ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി വഴി തുറന്നു കൊടുത്ത പഴയ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. ശ്രീ വി ഡി സതീശനെ പറ്റിയാണെങ്കിൽ ശ്രീ വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ശ്രീ വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന സമരരൂപം ശക്തമായില്ലായിരുന്നുവെങ്കിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഈ വമ്പൻ വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഇല്ലെങ്കിൽ പോലും 90% ക്രെഡിറ്റും തങ്ങൾക്കാണ്. അതുകൊണ്ട് ശ്രീ വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന് പറയുന്നു. എന്തായാലും സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടാകും. ആ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് ഇത്ര വിശാലമായ ജനാധിപത്യ പരീക്ഷണങ്ങൾ നടത്താതെ എത്രയും പെട്ടെന്ന് കോൺഗ്രസ്സുകാർക്ക് തങ്ങളുടെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് തീരുമാനിച്ചാൽ അത്രയും അവർക്ക് നന്ന്.